കാണാമറയത്ത്. രചന ആമ്പൽ സൂര്യ. എനിക്ക് പേടിയ, വേണ്ട, അടുത്തു വരണ്ട, വേദന എനിക്ക് സഹിക്കാൻ വയ്യ, ഒന്നും ചെയ്യല്ലേ എന്നെ, ഞാൻ പൊക്കോളാം, ഓടിപ്പൊക്കോളാം, ഇങ്ങോട്ട് വരൂല, സത്യമായിട്ടും വരൂല, ഇവിടെ ഒന്നും എടുക്കൂല, എനിക്ക് വിശക്കുന്നുണ്ട്, തിരിച്ചോറ് തരൂ. ഉറക്കത്തിൽ നിന്ന് അവൻ ചാടി എഴുന്നേറ്റു. ശരീരം മുഴുവൻ വിയർത്തൊഴുകി. ഈ തണുപ്പ് കാലത്തും ഇങ്ങനൊരാൾ വിയർക്കുമോ? വാഹി മോനെ, കഥ കുറന്നേ. അവൻ പയ്യെ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് പോയി വാതിൽ തുറന്നു. എന്താ കുട്ടിയെ, എന്താ പറ്റിയേ? അമ്മേ, തനു. നീ പിന്നെ ആ സ്വപ്നം കണ്ടോ? അമ്മ, അവളൊരുപാട് കെഞ്ചി എന്നോട്. ഞാനതൊന്നും കേട്ടില്ല. മോനെ, ആകെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ആ കുട്ടി ഇപ്പം എവിടെയും സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടാവും. ഇല്ലമ്മേ, ഇതങ്ങനെയൊന്നും കഴിയില്ല. ഒരു പെണ്ണിൻ്റെ ശാപം എൻ്റെ തലയിൽ. നീ വയ്യമ്മേ, ഞാൻ പോവാ. അവൾ തിരക്കി. കുട്ടി, നീ ഒന്ന് കേൾക്ക്. 6 മാസമായില്ല ആ കുട്ടിയുടെ എന്തെങ്കിലും വിവരം കിട്ടിയിട്ട്. എവിടെ പോയി അന്വേഷിക്കും? എവിടെയാണെങ്കിലും ഞാൻ കൊണ്ടുവരും അമ്മേ. അവൾ ആട്ടി ഓടിച്ചാലും ഞാൻ കൂടെ കാണും, എന്നൊരു നിഴൽ പോലെ. പറ്റില്ല അമ്മേ. എടാ, നീ രാത്രിയിൽ അതിനെന്ന് മുതലാമേ ഞാൻ രാത്രിയെ പേടിച്ചു തുടങ്ങി. അമ്മ ഇടന്നോ, ഞാൻ ഇറങ്ങുക. എൻ്റെ ദേവി, എൻ്റെ കുഞ്ഞിനെ ആ കുട്ടിയെ തിരികെ കിട്ടണേ. മായിയുടെ യാത്ര എങ്ങോട്ടേക്കാന്നറിയില്ല. ലക്ഷ്യമുണ്ട്, പക്ഷെ മാർഗം, അതാണ് ചോദിച്ചില്ല. ആ യാത്രയിൽ അവൻ ഓർമ്മകളിലൂടെ പ്രയാണം ചെയ്തു. അച്ഛൻ്റെ മരണശേഷം ഇനി എന്തെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് പണ്ട് കോളേജിൽ കൂടെ പഠിച്ച സ്റ്റീഫനെ വിളിച്ച് അവൻ വലിയ ഏതോ ബിസിനസ് നടത്തുന്നതെന്നാണ് പറഞ്ഞ് തന്നെ കൂടെ അതിൽ പങ്കാളിയാക്കി. പക്ഷെ പിന്നീടാണ് അറിഞ്ഞ് അന്താരാഷ്ട്ര തലത്തിൽ വരെയുള്ള മയക്കുമരുന്നിൻ്റെ ബിസിനസ്സാണെന്ന്. പിന്നെ അല്ലറ ചില്ലറ അടിയും പിടിയും. ഇടയ്ക്കെപ്പോഴോ തന്നെയും മനസ്സതിലേക്ക് തിരിഞ്ഞു. ആദർശവാനായ അച്ഛൻ നഷ്ടപ്പെടുത്തിയ വീടും സ്ഥലവും പെങ്ങളുടെ വിവാഹമെല്ലാം ഈ തലയിലായി. പിന്നീട് അങ്ങോട്ട് മാധവ് മോഹൻ എന്ന പേരിലായിരുന്നു. മഹീന്ദ്രൻ അതായിരുന്നു. പണത്തിന്റെ പുറകെ ഓടിയപ്പോൾ നിരപരാധികളെ കണ്ടില്ല, അന്വേഷിച്ചില്ല. അങ്ങനെ ജീവിതത്തിലേക്ക് കടന്നു വന്നവളാണ് എൻ്റെ എന്ന് പറയാൻ പോലും യോഗ്യതയില്ല തന്മയി പ്രഭാകർ. അവളുടെ പേടിയായിരുന്നു എന്നെ ഹരം പിടിപ്പിച്ച്. അവളോട് ചെയ്ത ക്രൂരതയോർക്കുമ്പോൾ ഇന്നും നെഞ്ചു പൊട്ടും. വേണ്ടായിരുന്നു ഒന്നും. അതും നിരപരാധിയായ ഒരു അനാഥ പെണ്ണിനോട്. അല്ല, അവൾ അനാഥയല്ല. ഈ യാത്ര അവൾക്ക് വേണ്ടിയാണ്. ഇനിയും ഒരു വിധിക്ക് അവൾ വിട്ടുകൊടുക്കില്ല. വെളുപ്പാൻ കാലമായപ്പോഴേക്കും കോയമ്പത്തൂരെത്തി. അവിടുന്ന് കുറച്ചുകൂടി പോകണം ദേവപുരത്തേക്ക്. പണ്ട് താമസിച്ചിരുന്ന വീടിൻ്റെ മുമ്പിൽ ചെന്ന് എല്ലാം അടച്ചു കൂട്ടിയിട്ടിരിക്കുന്നു. അടുത്ത് തന്നെ ഹൗസ് ഓണറുടെ വീട്. ചെന്ന് കഥ കൂട്ടിയപ്പോൾ 60 വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീ വാതിൽ തുറന്നു. യാരിത്? മഹിയ? എവളോ നാളാച്ചു എന്നെ പാത്തിട്ട്? അവരവൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അതുകൊണ്ടൊക്കെ നിറവ് ബിസിയായിരുന്നേ. അതാ, വാ കേറി വാങ്ങോ, ഉക്കാറ് തമ്പി. ആരോനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇരുത്തി. സൊല്ലു കണ്ണ, പൊണ്ടാട്ടി എപ്പിടി ഇരിക്കാ? അവൾക്ക് സുഖം താനാ? അവരുടെ വാക്കുകൾ വീണ്ടും തലച്ചോറിൽ പ്രകമ്പനം കൊള്ളിച്ചു. തനുവിനെ കുറിച്ച് അവർക്കും വിവരമൊന്നുമില്ലെന്ന് അവരുടെ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലായി. ആരാ കൊണ്ടുപോയത്? എവിടേക്കാ? അപ്പൊ അവളിവിടുന്ന് അന്ന് തന്നെ പോയേക്കാ? ഇല്ലേ, നീ പോയി ഒരു നാൾ കഴിച്ച് നാട്ടിൽ നിന്ന് സ്വന്തക്കാരാന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയത്. എന്റെ സ്വന്തക്കാരോ? എന്നാ തമ്പി, ഏതാവത് പ്രശ്നം ഇരിക്കാ? ഒന്നുമില്ലേക്കാ. അപ്പൊ ഉങ്ങളുടെ കൂടെ അവരില്ല തമ്പി? ഒന്നും പറയാതെ ഇറങ്ങിപ്പോന്നു. അവിടുന്ന് എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് കരുതി. അതുമില്ല. കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് തനുവിന്റെ ഒരു ഫ്രണ്ട് ഇവിടെ ശിവരണിയിലുണ്ട്, ഒന്ന് പോയി നോക്കിയാലോ. വണ്ടി നേരെ അങ്ങോട്ടേക്ക് വിട്ടു. പക്ഷെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഇനി അവിടെ പോയി അന്വേഷിക്കും. കാറിന്റെ സ്റ്റിയറിംഗിൽ തലയാഴ്ച വെച്ച്. സ്റ്റീഫന്റെ കൂടെ കൂടിയതിൽ പിന്നെ ബാംഗ്ലൂർ നഗരത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ ഒന്നും പോവാറുണ്ട്. അങ്ങനെ എനിക്ക് ഒരു ദിവസം ഗ്രാൻഡ് മാളിൽ വെച്ചായിരുന്നു തനുവിനെ കണ്ടത്. കൂട്ടത്തിൽ ഒരുത്തൻ അവളെ കമന്റ് അടിച്ചപ്പോൾ അവൾ കരണം പൊട്ടിച്ചൊരെണ്ണം കൊടുത്തു. അന്ന് ഞാൻ കൂടെ ഇടപെട്ട് പ്രശ്നം ഒഴിവാക്കിയതാണ്. പിന്നെ പലപ്പോഴും അവളെ കണ്ടു. ഒരു ദിവസം അവളുടെ കോളേജിനുള്ളിൽ വെച്ച് ഒരുത്തരം തള്ളേണ്ടി വന്നു. ഒരു പെണ്ണിന്റെ കാര്യത്തിലായിരുന്നു അത്. അന്ന് അവൾ എനിക്കെതിരെ സംസാരിച്ച് കൈ ഉയർത്തി അടിച്ചു. അന്നു മുതൽ അവളോട് എനിക്ക് വെറുപ്പായിരുന്നു. പിന്നീട് അവളെ പറ്റി അറിഞ്ഞു. അനാഥാശ്രമത്തിലാണ് വളരുന്നത്. അച്ഛനും അമ്മയും കുഞ്ഞിലെ നഷ്ടപ്പെട്ടു. ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തവൾ. പിന്നീട് അവൾ പോകുന്ന ഇടങ്ങളിലെല്ലാം പതിവ് സന്ദർശകനായി. പയ്യെ അവളും മിണ്ടി തുടങ്ങി. പ്രണയത്തിലേക്ക് ആ സൗഹൃദം പെട്ടെന്നാണ് വഴിമാറിയത്. അപ്പോഴും എൻ്റെ മനസ്സിലെ അഗ്നി ആളി കത്തിക്കൊണ്ടിരുന്നു. അവളെ വെറുതെ അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. അവസാന രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹം ചെയ്തു. വിവാഹം കഴിഞ്ഞ അന്ന് രാത്രിയിൽ അവൾ ഉടുത്തൊരുങ്ങി മുറിയിലേക്ക് വന്നു. പനിനീർ പൂക്കൾ ഉണ്ടാവേണ്ടിയിരുന്ന സ്ഥാനത്ത് മദ്യക്കുപ്പികളും സിഗരറ്റ് കുറ്റികളുമായിരുന്നു അവളെ സ്വീകരിച്ച്. അവളുടെ വേദനയിൽ ഞാൻ സുഖം കണ്ടെത്തി. വെറി പൂണ്ട് നടക്കുന്ന മൃഗത്തിന്റെ അവസ്ഥയായിരുന്നു എനിക്ക്. അവളെൻ്റെ ഇരയും. സിഗരറ്റ് കുറ്റികൊണ്ട് കൈയും കാലും ഇടുപ്പുമെല്ലാം കുത്തി നോവിച്ചു. ഒരു വാക്ക് പോലും മറിച്ച് അവൾ പറഞ്ഞില്ല. എല്ലാം സഹിച്ചു. ജീവിതത്തിൽ തിരിച്ചറിവ് നഷ്ടപ്പെട്ട സമയങ്ങളായിരുന്നു അത്. ഒരു ദിവസം രാത്രിയിൽ അവൾ എൻ്റെ അടുക്കൽ വന്നിരുന്നു. ഞങ്ങളുടെ ഇടയിൽ ഒരാൾ കൂടെ വരാൻ പോകുന്നെന്ന് പറഞ്ഞു. പക്ഷേ കേട്ടപ്പോൾ പുച്ഛമാണ് തോന്നിയത്.
ആരാടി കൊച്ചിന്റെ തന്തയെന്ന് ചോദിച്ചായിരുന്നു പിന്നീടുള്ള മർദ്ദനങ്ങൾ. 3 മാസം വരെ അവൾ പിടിച്ചിരുന്നു. ഒരു ദിവസം കത്തെഴുതി വെച്ചിട്ട് അവൾ എങ്ങോട്ടോ പോയി. അന്ന് വീണ്ടും ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞടന്ന് അവളെ തിരക്കി. ഒടുവിൽ ഏതോ ഒരു അമ്പലത്തിന് മുമ്പിൽ വെച്ച് അവളെ കണ്ടു. ചെന്ന് നോക്കിയപ്പോൾ കണ്ടത് ചോരയിൽ കുളിച്ച് കിടക്കുന്നവളെയാണ്. പിന്നെ ഒരാഴ്ച ഹോസ്പിറ്റൽ വാസമായിരുന്നു. വയറ്റിലെ ആ ജീവൻ ആ സമ്പത്തിൽ നഷ്ടമായി. തിരിച്ചു വന്ന് പ്രതികരണമൊന്നുമില്ലാത്തൊരു ശരീരം കണ്ടപ്പോൾ സഹിച്ചില്ല. അതിൽ പിന്നെ സ്റ്റീഫനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചു കോയമ്പത്തൂരിലേക്ക് വന്നു. ഇവിടെ വന്നിട്ടും അവളിൽ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. മിണ്ടില്ല. ആഹാരം എടുത്തു വെച്ചാൽ പോലും കഴിക്കില്ല. ഒരു മൂലയിൽ ഒതുങ്ങിയിരിക്കും. രാത്രിയിൽ ആഹാരവുമായി ചെല്ലുമ്പോൾ കാണാം പേടിച്ച് കാലിൻ്റെ ഇടയിൽ വെച്ച് വിറങ്ങലിക്കുന്ന പെണ്ണിനെ. അവളുടെ സ്നേഹത്തിന് പോലും തനിക്ക് യോഗ്യതയില്ല. പക്ഷെ വിട്ടുകളയാൻ മനസ്സില്ല. എന്തൊക്കെയോ ജോലി ചെയ്തു. അവളോട് ചെയ്ത തെറ്റിന്റെ പ്രായശ്ചിത്തമായി സ്നേഹിക്കാൻ തുടങ്ങി. പക്ഷേ അതും ആ പെണ്ണിന് ഭയമായിരുന്നു. ഒടുവിൽ വീണ്ടും ജീവിതത്തിലേക്ക് സ്റ്റീഫൻ കടന്നു വന്നു. സ്വന്തം പെങ്ങളുടെ ജീവനും മാനവും വെച്ചായിരുന്നു അവന്റെ ഭീഷണി. സ്വന്തം സഹോദരിയുടെ മാനത്തിനൊരുത്തും വില പറഞ്ഞപ്പോഴാണ് പെണ്ണിന്റെ മാനവും ജീവനും എത്രമാത്രം വിലയുണ്ടെന്ന് തോന്നിയത്. തനുവിനെ പറ്റിയപ്പോൾ ഓർക്കാൻ പറ്റിയില്ല. സ്റ്റീഫൻ അടുക്കിലേക്ക് പാഞ്ഞു. അവിടെ സ്വന്തം ജീവന് വേണ്ടി പിടയുന്ന എന്റെ മഹിമ മോള്. കണ്ണിൽ കണ്ടതെല്ലാം കൊണ്ട് സ്റ്റീഫന്റെ തല തള്ളി ചതച്ചു കലി അടങ്ങുന്നവരെ. പിന്നിൽ നിന്നും കമ്പിവടി കൊണ്ടുള്ള അടിയേറ്റ് താഴെ വീഴുമ്പോൾ മുന്നിൽ സ്വന്തം കൂടപ്പിറപ്പും മനസ്സിന്റെ താളം തെറ്റിയ പാവാ പെണ്ണുമായിരുന്നു. ദിവസങ്ങൾ മാസങ്ങളായി കഴിഞ്ഞു. 6 മാസം ബോധമില്ലാതെ ഒറ്റ കിടപ്പായിരുന്നു. ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഫലം. ബോധം തെളിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ ആദ്യം കണ്ട അമ്മയാണ്. മഹിമയുടെ കാര്യം ചോദിച്ചപ്പോൾ കരച്ചിലായിരുന്നു മറുപടി. അവളിനി ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാന്ന് അമ്മയുടെ കണ്ണുകളിൽ നിന്നും വ്യക്തമായി. പിന്നെ അങ്ങോട്ട് എഴുന്നേറ്റ് നടക്കാനുള്ള ശ്രമമായിരുന്നു. അതിനിടയിൽ മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും തനു എന്ന ആ പെണ്ണിനെ മറന്നു. തെറ്റാണ്. അവളുടെ കാര്യം അമ്മയോട് പറഞ്ഞു. ഇതുവരെ ചെയ്ത എല്ലാ തെറ്റുകളും അമ്മേനോട് പൊറുത്തു. പക്ഷെ ആരോരുമില്ലാത്തൊരു പെണ്ണിനെ ചവിട്ടിയരച്ച് മാത്രം അമ്മ ക്ഷമിച്ചില്ല. പിന്നെ എന്നോട് മിണ്ടിയിട്ടില്ല. ബാംഗ്ലൂരിൽ പോയി അന്വേഷിച്ച് അറിഞ്ഞില്ലെന്നും വീണ്ടും ഇവിടെ വന്നു. ഇനി അവിടെ തിരക്കുമെന്നറിയില്ല. പക്ഷേ എനിക്ക് വേണം. എൻ്റെ കൂടെ ഈ നെഞ്ചിൽ അവസാന ശ്വാസം നിലക്കുന്നവരെയും. വീണ്ടും ഒന്നുകൂടെ ശിവരണിയിൽ പോയി നോക്കി. അവിടെ ആരുമില്ല. തിരികെ വണ്ടി പോലും എടുക്കാൻ നടന്നു. എങ്ങോട്ടെന്നില്ലാതെ. ഡാ മഹി, പുറകിൽ നിന്ന് ആരോ വിളിക്കുന്ന പോലെ തോന്നി. പക്ഷേ ഈ നാട്ടിൽ ആരറിയാനാ തന്നെ. വീണ്ടും വീണ്ടും വിളിക്കുന്ന കേട്ടപ്പോൾ ഒന്ന് നോക്കി. ഒരു വീടിന്റെ മുകളിൽ നിന്നും ഒരാളെന്നെ കണ്ടിരുന്നേ ഓടി താഴെ ഇറങ്ങി വന്നു. എടാ, നിനക്ക് മനസ്സിലായില്ലേ? ഞാനെടാ ബഷീർ. ബഷീർ, നീ എന്താടാ ഇവിടെ? എടാ, ഞാനിപ്പോ ഇവിടെ താമസം. വാടാ, അധികം വരുവാ. അവന്റെ നിർബന്ധം കൊണ്ട് വീട്ടിൽ കയറി അവൻ എന്തൊക്കെയോ ചോദിച്ചു. തിരിച്ചു മറുപടിയായി എന്തൊക്കെയോ പറഞ്ഞു. ഡാ എന്താടാ നിനക്ക് എന്തു പറ്റി? ഒന്നുമില്ലടാ, ഞാൻ ഇറങ്ങട്ടെ. പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. എന്താടാ ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട്? ഒന്നുമില്ലടാ, ഞാൻ ഇറങ്ങുക. രാമഹി, അപ്പൊ നീ തനുവിനെ കാണാൻ വന്നല്ലേ? എന്താ നീ പറഞ്ഞ? പക്ഷേ തനു, എന്റെ തനു എവിടെയാടാ? നിനക്കെങ്ങനെ അവളെ അറിയാം? അന്ന് സ്റ്റീഫൻ നിന്നെ വിളിച്ചോണ്ട് പോയില്ലേ? നീ ആയിരുന്നില്ല അവളുടെ ലക്ഷ്യം, തനു ആയിരുന്നു. എന്നെയാന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഏർപ്പാട് ചെയ്തു. ഒത്തിരി തെറ്റുകൾ ഞാൻ ചെയ്തടാ. പക്ഷെ ആ പാവത്തിന് കണ്ടപ്പോൾ എനിക്ക് 4 വയസ്സിൽ നഷ്ടപ്പെട്ടു പോയ എൻ്റെ അനിയത്തി കുട്ടിയാണ് ഓർമ്മ വന്നത്. അവിടുന്ന് കൂട്ടിക്കൊണ്ടു വന്നു. പക്ഷെ അവളുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. എങ്ങോട്ട് കൊണ്ടുപോകാൻ? ഒടുവിൽ പരിചയത്തിലുള്ള ഒരു മനഃശാസ്ത്രജ്ഞനെ കാണിച്ചു. അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. എന്റെ തനു മനോനില തെറ്റിയ ആശുപത്രിയിൽ കഴിയുക. കഴിഞ്ഞൊരു വർഷമായിട്ട് ഇടയ്ക്ക് വയലന്റ് ആകുമായിരുന്നു. ഇപ്പം അതൊക്കെ മാറി. പക്ഷേ ബുദ്ധിസ്ഥിരത നഷ്ടപ്പെട്ട പോലെയാണ്. ഇടയ്ക്ക് ഞാൻ പോയി കാണും. കൊച്ചുകുട്ടികളെ പോലെ നിഷ്കളങ്കയച്ചിരിക്കുന്നതാണ്. ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കായിരുന്നു. ഇപ്പം നീ വന്നല്ലോ. എടാ, എനിക്ക് അവളെ കാണണേടാ. അവളെനിക്ക് വേണം. വിട്ടുകൊടുക്കില്ലടാ. ഞാൻ പൊന്നു പോലെ നോയിക്കൊള്ളാം. ബഷീർ കുറച്ചു നേരമൊന്നും മിണ്ടിയില്ല. വാ. അവന്റെ കൂടെ പോകുമ്പോൾ നെഞ്ചു നുറുങ്ങി കരഞ്ഞു. 1000 വട്ടം മാപ്പ് ചോദിച്ചു മനസ്സിൽ. ആശുപത്രിയുടെ വരാന്തയിലൂടെ നടന്നപ്പോൾ കണ്ടു പല രീതിയിലും വിളിച്ചു പോകുന്ന രോഗികൾ. ബഷീറുടെ പുറകെ പോയൊരു മുറി തുറന്നപ്പോൾ കണ്ടു എന്നെ തന്നെ ഒരു കൊച്ചുകുട്ടിയെ പോലെ അവിടെ ഇരിക്കുന്നു. പഴയ തനുവല്ല. തോളിൽ പയ്യെ കൈവച്ച് തിരിഞ്ഞു നോക്കി. ആ നോട്ടത്തിൽ എന്നെ ചുട്ടിരിക്കാനുള്ള അഗ്നിയുണ്ടെന്ന് തോന്നി. മോളെ തനു, മോളെ ഒന്ന് നോയിക്കേ. അവളുടെ കണ്ണുകൾ വേറെ പലയിടത്തുമാണ്. എന്റെ മുഖത്ത് പോലും ഒന്ന് നോക്കുന്നില്ല. തനു കുട്ടി, ഇത് നോയിക്കേ. ബഷീറുടെ ശബ്ദം കേട്ടപ്പോൾ അവൾ അവനെ നോക്കി. വന്നോ? അവളുടെ ചോദ്യം കേട്ടപ്പോൾ എന്താണെന്നുള്ള സംശയം തോന്നി. വന്നല്ലോ. എന്നിട്ടാണോ തനിക്കുട്ടി മിണ്ടാതിരിക്കുന്നത്? എന്തിയേ? ദേ മയ്യെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. വീണ്ടും വീണ്ടും ആ പെണ്ണ് അവനെ നോക്കി അടുത്തിരുന്ന് ചോദിച്ചു. എന്നെ കൊണ്ടുപോവോ? എനിക്ക് ഇവിടെ പേടിയാ. ഞാൻ നല്ല കുട്ടിയായിട്ട് ഇരുന്നോളാം. വഴക്കുണ്ടാക്കില്ല. എന്നെ തല്ലാണ്ടിരുന്നാൽ മതി. വഴക്കുണ്ടാക്കിയ തല്ലിക്ക. എനിക്ക് പേടിയാ ഇവിടെ. അവളുടെ ഓരോ വാക്കും അവനെ തളർത്തി കളഞ്ഞു. അവളെ പിടിച്ച നെഞ്ചത്തോട് വലിച്ചിട്ടു. ഇല്ലടാ, ഇനി എങ്ങോട്ടും പോയില്ലടാ. എങ്ങും പോവില്ല. എങ്ങോട്ട് കളയത്തൂല്ല. തല്ലുവോ? ചിണുങ്ങിക്കൊണ്ട് ആ പെണ്ണ് ചോദിച്ചു. ഇല്ലടാ, ഇല്ല. എന്നെ കൊണ്ടുപോവോ? പേടിയാ ഇവിടെ. പോവാം, നമുക്ക് പോവാം. വീട്ടിലൊരിക്കൽ നഷ്ടപ്പെട്ടതാ എൻ്റെ ജീവിതവും ഈ ജീവന്റെ ജീവനും.
അവളെ ചേർത്ത് പിടിച്ച് ബഷിയോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ലോകം പിടിച്ചടക്കിയ സന്തോഷമുണ്ടായിരുന്നു. എന്നെങ്കിലും ഒരിക്കൽ പഴയ തനുവായി അവൾ മാറുമെന്ന പ്രതീക്ഷയിൽ അവരുടെ യാത്ര തുടർന്നു.